ആദ്യം റോജി, ഇന്ന് തഗ് ഡയലോഗുകളൊക്കെ ആയിരുന്നു സഭയിൽ. താങ്കളും അതെ, MP രാജേഷും അതെ. പക്ഷെ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചോ? ഉന്നയിച്ച ഒരു ചോദ്യങ്ങൾക്കും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ചർച്ച കണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണ്. ഞങ്ങൾ വളരെ കൃത്യമായി ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ അക്കമിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് ഒന്നിനും തന്നെ മന്ത്രി അരമണിക്കൂർ നീണ്ട ഒരു പ്രസംഗം നടത്തിയിട്ടും മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. അതായത് സർക്കാരിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടം മാറിക്കഴിഞ്ഞാൽ അബ്കാരി പോളിസിയിൽ മാറ്റം കൊണ്ടുവരാം, മദ്യനയത്തിൽ മാറ്റം കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം. അതിനായിട്ട് ഒരു ബാറിൽ നിന്നും 2.5 ലക്ഷം രൂപ വീതം എല്ലാവരും സംഭാവനയായി നൽകണം. ഇതെല്ലാം കൂടെ ശേഖരിച്ച് നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കണമെന്ന് അസോസിയേഷൻ്റെ തന്നെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള വ്യക്തിയാണ് ഇടുക്കി ജില്ലാ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്. ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് നമ്മൾ ഏതാണ്ട് 1/3 പണം ഇതിനോടകം തന്നെ പിരിച്ചെടുത്ത് കഴിഞ്ഞു. ചില ഹോട്ടലുകൾ നമുക്ക് 2.5 ലക്ഷം തന്നിട്ടുണ്ട്, ചില ഹോട്ടലുകൾ 4 ലക്ഷം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല. 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണം. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു പാർട്ടിയും സാധാരണ നിലയിൽ പണം മേടിക്കുന്നതല്ല. എന്നിട്ടും ഇപ്പോൾ നമ്മൾ അത് കൊടുക്കുവാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശബ്ദ സന്ദേശം അവസാനിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് കൊടുക്കാനായിട്ടുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്ന് ഈ ബാർ ഹോട്ടലുകളുടെ അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെ പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത്? സർക്കാർ നടത്തുന്ന അന്വേഷണം വളരെ വിചിത്രമാണ്. ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തുപോയി എന്നാണ് പ്രാഥമികമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം, ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണോ? ഇവിടെ അഴിമതി നിരോധന നിയമപ്രകാരം, അഴിമതി നിരോധന നിയമത്തിൻ്റെ പല സുപ്രധാന വകുപ്പുകളും അപ്ലൈ ചെയ്യാവുന്ന ഒരു വിവാദമാണ്, ഒരു വിഷയമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്നിരിക്കെ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടുന്ന ഒരു വിഷയത്തിൽ അത്തരത്തിൽ യാതൊരു നടപടിയിലേക്കും കടക്കുവാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. മറിച്ച് ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്? നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട് വാദി പ്രതിയാവുക എന്നൊക്കെ. പക്ഷേ ഇവിടെ പ്രതിവാദിയായിക്കൊണ്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.